ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുക. Be clothed with the power from high. Be clothed with the power from above. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് ദൈവം ഉന്നതത്തിൽ നിന്നുള്ള വലിയ ശക്തി നമ്മുടെ ആത്മാവിൽ വർഷിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ്. നമ്മുടെ പലതരത്തിലുള്ള തകർച്ചകളിലേക്കും വേദനകളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ ആരെങ്കിലും വേറെ കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവിൻ. ദൈവരാജ്യത്തിൻ്റെ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് നാളുകളായി പരിഹാരമില്ലാത്ത പല വിഷയങ്ങളിലും ദൈവം തൻ്റെ അത്ഭുതമായ ഇടപെടൽ നമുക്ക് നൽകും. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോസ്മേരി ജോസ്. ഞാൻ കണ്ടക്കടവ് ഇടവക അംഗമാണ്. 1.5 വർഷമായി തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന രോഗിയാണ്. മരുന്ന് കഴിക്കും, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും, കുറയുന്നില്ല, കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. മരുന്നിൻ്റെ ഡോസേജും കൂട്ടി 50 mg നിന്ന് 100 mg ആക്കി. കണ്ണമാലിയിലെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തു. 4-ാം ദിവസം ഏത് സ്ഥലത്തെ? കണ്ണമാലി. നമ്മുടെ ഇപ്പൊ ഈ കണ്ണമാലി, ഈ കണ്ണമാലി 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ഇവിടെ കുറച്ച് പേര് അതിനകത്ത് കൂടിയവരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം, കാരണം മുട്ടോളം വെള്ളത്തിൽ അന്ന് പോകുന്നതാ. അതുകൊണ്ട് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അച്ഛനെ കാണണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വെള്ളം വരേണ്ടതായിരുന്നു, പക്ഷെ അത് മൂപ്പര് വേറൊരു വഴിക്ക് ഒഴിഞ്ഞു പോയിരിക്കുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ എന്നിട്ട് കണ്ണമാലി പ്രാർത്ഥിച്ചു 4 ദിവസം. 4-ാമത്തെ ദിവസം അങ്ങോട്ട് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് 4-ാമത്തെ ദിവസം വട്ടായിലച്ചൻ പറഞ്ഞു, തൈറോയിഡ് രോഗികളെ തൈറോയിഡ് മാറ്റാൻ പോവാണ്, നിങ്ങൾ തൈറോയിഡ് ഉള്ളവര് കൈകൾ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വിശ്വാസത്തോടെ കൈകൾ തൊണ്ടയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു തൈറോയിഡ് രോഗമുള്ളവരെ സുഖപ്പെടുത്താൻ ഇതാ ഇപ്പോൾ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ കൈയെടുത്ത് തൊണ്ടയിൽ വെച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ തൈറോയിഡ് മാറ്റി തന്നാൽ അഴീക്കൽ അഭിഷേകാഗ്നിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞു. അത് നല്ലൊരു ഇതാണ്. അത് ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നേർന്ന് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ രോഗം ഇന്ന് എൻ്റെ കർത്താവ് എനിക്ക് സുഖപ്പെടുത്തി തരികയാണെങ്കിൽ അന്ധകാരനഴിയുള്ള തെക്കൻ ഗോവയിൽ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഞാൻ 5 ദിവസത്തോളം മരുന്ന് കഴിച്ചില്ല. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു. 0 to 4.2 ആണ് നോർമല്. എനിക്ക് 0.169. അതാ ശരിക്കും അങ്ങോട്ട് ചുങ്ങിപ്പോയി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്ത അനേക ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിലുണ്ട്. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കൾ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ചുമതലപ്പെടുത്തുകയാണ്. നിങ്ങളൊരു മിഷണറി വേല ചെയ്യണം. ഈ അഭിഷേകാഗ്നി അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവരോട്, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നവരോട്, നിങ്ങളുടെ ഇടവകയിലുള്ളവരോട്, നിങ്ങളുടെ ബന്ധുക്കളോട് ഫോൺ ചെയ്ത് അഭിഷേകാഗ്നിയെക്കുറിച്ച് സംസാരിക്കണം. എന്നിട്ട് കാണാത്തവരെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ പങ്കുചേർക്കണം. അതിന് നിങ്ങൾ ഒരാളെയെങ്കിലും അടുത്ത അഭിഷേകാഗ്നിക്ക് വേണ്ടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്ലീഹ ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു, അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക.
അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. ഒന്നുകൂടെ ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം ബാലികാ ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കും. കാരണം എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ കേൾക്കുന്ന സന്തോഷകരമായൊരു കാര്യമുണ്ട്. ചെറിയ കുട്ടികളെ, കിഡ്സ് ആൻഡ് ചിൽഡ്രൻ, they are very much benefited from this Abhishekagni episodes. My dear children, with a great love I am praying for you. Now you will be blessed by the mighty anointing of Holy Spirit. Praise the Lord. Praise the Lord. Hallelujah. 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 ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കർത്താവിനോട് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹെവൻലി ഫാദർ, bless us with a mighty anointing, O Lord. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, ഈ സമൂഹത്തിന് മേൽ ഉന്നതമായ അഭിഷേകത്തെ വർഷിക്കണമേ. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ, ക്ഷീണിതരെ ശക്തിപ്പെടുത്തണമേ, ജ്ഞാനം നൽകണമേ, ഉണർവ് നൽകണമേ, യുവതിയുവാക്കന്മാരെ ഉണർത്തണമേ, സഭയെ ഉണർത്തണമേ, ലോകത്തെ ഉണർത്തണമേ, ജനതകളെ ഉണർത്തണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഫയർ, ഫയർ. ദൈവപിതാവിൻ ശക്തി, ഓ അത്ഭുത ശക്തി, ഉന്നത ശക്തി വരുന്നു. ദൈവപിതാവിൻ ശക്തി, എന്തൊരു ശക്തി, ഹല്ലേലൂയ, അത്ഭുത ശക്തി, ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി, കരങ്ങളടിച്ച്. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, ഉന്നത ശക്തി വരുന്നു. ഇപ്പോൾ നിറയണമേ. ദൈവപിതാവിൻ ശക്തി. ഓ ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ, സകല ജനപദങ്ങളുടെ മേലും അധികാരമുള്ള പരിശുദ്ധാത്മാവേ, ബാലികാ ബാലന്മാരെ, യുവതിവാക്കന്മാരെ, കുടുംബങ്ങളെ, രോഗികളെ, വേദന ഇരിക്കുന്നവരെ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ ഇപ്പോൾ അത്ഭുതമായി വ്യത്യാസപ്പെടുത്തുവാൻ ഈ സമൂഹത്തിന് മേൽ കത്തിപ്പടരണമേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, വിശ്വാസത്തോടെ ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, ഉണർവോടെ കൈയടിച്ച് രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി, പരിശുദ്ധാത്മാവേ, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി, കരങ്ങൾ ഉയർത്തിയടിച്ച്. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, വിശ്വാസത്തോടെ എന്തൊരു ആരാധിക്കുന്നു. ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, തുള്ളിച്ചാടി. ഉന്നത ശക്തി വരുന്നു. അരുവിയേ. ദൈവപിതാവിൻ ശക്തി, Glory, glory, glory. ഉന്നത ശക്തി വരുന്നു. ദൈവപിതാവിൻ ശക്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ അരുവിയേ, പ്രഭയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, അഭിഷേകം പകരുന്നവനെ, തീ കാറ്റയക്കുന്നവനെ, മന്ദതയിൽ നിന്ന് ഉയർപ്പിക്കുന്നവനെ, മരിച്ച ആത്മാക്കൾക്ക് ജീവൻ നൽകുന്നവനെ, തകർന്ന ശരീരങ്ങൾക്ക് ഉണർവ് നൽകുന്നവനെ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും നൽകുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അത്ഭുതത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ നിറയണമേ, ഈ സമൂഹത്തിന് മേൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 8-ാം തിരുലിഖിതം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ ഇപ്പോൾ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക, കണ്ണുകൾ അടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓ മഹത്വത്തിന്റെ രാജാവേ, ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 49 തിരുലിഖിതം, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ശക്തി ധരിക്കണം. നിങ്ങൾ ശക്തി ധരിക്കണം. Be clothed with the power from heaven. യേശുക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. യേശുക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിതിൻ്റെ വില അറിയാൻ പാടില്ലായിരുന്നു. ഈ വചനം എനിക്ക് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. ശക്തി ധരിക്കുക. 1994 ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. ഐ വാസ് ഓർഡൈൻഡ് ആസ് എ പ്രീസ്റ്റ് ഇൻ 1994. അതിനുശേഷം 2 ഇടവക പള്ളികളുടെ വികാരിയായി ഞാൻ അട്ടപ്പാടിയിൽ ചുമതലയേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചെറിയ വിധത്തിലുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു. വചനപ്രഘോഷണം, അതുപോലെ തന്നെ കുമ്പസാരിപ്പിക്കുക, കൂദാശകൾ പരികർമ്മം ചെയ്യുക, തിരുസഭയുടെ ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് വേറെ 1-2 പേര് വന്ന് ഒരു സംഭവം പറഞ്ഞു. അവരുടെ അനുഭവങ്ങളാണ് എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ സാധാരണ 2 മനുഷ്യർ, അട്ടപ്പാടിയിലുള്ള സാധാരണ 2 മനുഷ്യർ, അവർ കൃഷിക്കാരാണ്. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി. അവരിങ്ങനെ പാവപ്പെട്ട വേറൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ പ്രത്യേകത? അവരുടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഒരു 5-8 പൊട്ടക്കിണർ കുത്തിയിട്ടുണ്ട്. ഒന്നിലും വെള്ളമില്ല. അതുകൊണ്ട് അവർ വെള്ളം കിട്ടാൻ വേണ്ടി ഈ ബ്രദർമാരോട്, ഈ സഹോദരങ്ങളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പരിഹാസിയായ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. പുച്ഛവും നിന്ദയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം പറയുകയാണ്. ഇവരിങ്ങനെ, ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ശരിക്കും യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പരിഹാസിയായ മനുഷ്യൻ പറഞ്ഞു, ഓ ഇപ്പൊ മൂവാറ്റുപുഴ ഇങ്ങോട്ട് മാറി ഒഴുകുമെന്ന് പറഞ്ഞു. ആ പരിഹാസ വചനം കേട്ടിട്ടാണ് ഇവർ കണ്ണു തുറന്നത്. അപ്പോൾ തന്നെ ഈ സാധാരണക്കാരായ 2 മനുഷ്യരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിശ്വാസത്തിന് വേണ്ടി തന്നെ ഇത് സംഭവിച്ചിരിക്കും. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് ഇവിടെ കുത്തിക്കോ, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവുന്നത്. ആ കുടുംബം ഈ മനുഷ്യരുടെ, ഈ ബ്രദർമാരുടെ വാക്ക് കേട്ടു. അങ്ങനെ അവർ ആ 8-9 പൊട്ടക്കിണറുള്ളൊരു കോമ്പൗണ്ട്, അവിടെ അവർ ആ കിണറങ്ങോട്ട് കുത്തി. ഒരു 10-20 അടി പോലും താഴേണ്ടി വന്നില്ല. അവർ പറയാണ്, 10 HP മോട്ടർ വെച്ച് 24 മണിക്കൂർ അടിച്ചാലും വറ്റാത്തത്ര ശക്തിയുള്ള ഒരു ഉറവ അവിടെ അങ്ങോട്ട് പൊട്ടിപ്പറഞ്ഞു. ഞാൻ ആ ബ്രദർമാരോട് അവരോട് ചോദിച്ചു, അവരെനിക്ക് അറിയാവുന്നവരാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു? അവർ പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ ഒന്നും ശക്തിയല്ല, ഇത് ഞങ്ങൾ അവിടെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു സംഭവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത സർവശക്തനായ ദൈവത്തിന് ഇതൊരു നിസ്സാര കാര്യമാണ്. നുറകെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ വേറൊരു ദിവസം ഉന്നതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്ന വളരെ ടോപ്പായ ഒരു പ്രൊഫസറാണ്. ആ പ്രൊഫസർ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, അച്ഛാ
എനിക്ക് ദൈവത്തിലും ഈ സഭയുടെ കാര്യങ്ങളിലും ഈ കുമ്പസാരത്തിലും ഈ അച്ഛന്മാരുടെ പ്രാർത്ഥനയിലും ഈ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു വിശ്വാസമില്ല. ഞാനൊരു നിരീശ്വരനായ മനുഷ്യനാണ്. എനിക്ക് നിരീശ്വര ചിന്തകളും യുക്തിവാദ ചിന്തകളുമാണ് എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലോകത്തിൻ്റെ മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അട്ടപ്പാടിയിൽ നിന്ന് 2 സാധാരണ മനുഷ്യർ എൻ്റെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും വിശ്വാസമുള്ളവരാണ്. അവര് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാൽ ഞാൻ ഇവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്തില്ല. ഞാൻ ഇവർ വന്നപ്പോഴും കാലുമേൽ കാലും കയറ്റി വെച്ച് ഇവരെ നിന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നിന്ദകനായിരുന്നു. എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യർ അവർ പ്രാർത്ഥിച്ച് അവർ കടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ അവരെ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ ശക്തിയുണ്ടെങ്കിൽ ഇതാ ഒരു മാവ് ഇവിടെ നിൽപ്പുണ്ട്, ഇത് ഇത്ര നാളും കായ്ച്ചിട്ട് അതിനൊന്ന് കായ്ക്കാൻ പറയാൻ പറഞ്ഞു. അവര് മറുപടി ഒന്നും പറഞ്ഞില്ല. അവര് പോകുന്ന വഴിക്ക് ആ മാവിനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, മാവേ, അതാ ചേട്ടന് വിശ്വാസമില്ല, ആ ചേട്ടന് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നീ ധാരാളം മാങ്ങ കൊടുക്കുക. ആ വർഷം ആ മാവ് തുരുതുരേ കായ്ച്ചു. എന്നിട്ട് ചേട്ടൻ കരുതിയിരുന്ന സഞ്ചിയിൽ നിന്ന് ഒരു മാങ്ങ എടുത്ത് ഉയർത്തി കാണിച്ചു. അച്ഛാ, ഈ മാങ്ങയ്ക്ക് എത്ര കിലോ തൂക്കമുണ്ടെന്ന് അച്ഛൻ വിചാരിക്കണത്? 2 കിലോ 400 ഗ്രാം തൂക്കമുള്ള മാങ്ങ അച്ഛാ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു കുട്ടി ഉണ്ടായ എത്ര തൂക്കം ഉണ്ടാവും അച്ഛാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കവിടെ ഇരിക്കും, ഞാൻ അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ ചെയ്ത ഈ ഒരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ അതുകൊണ്ട് എൻ്റെ ദേശത്തു നിന്ന് ഞാൻ ഈ മാങ്ങയുമായിട്ട് ഇത് അട്ടപ്പാടിക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ചേട്ടൻ ഈ മാങ്ങയും പിടിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 സംഭവങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉൾക്കാഴ്ച തരാൻ വേണ്ടി ദൈവം ഉപയോഗപ്പെടുത്തിയ 2 സംഭവങ്ങളാണ്. ഞാൻ ആ 2 പാവപ്പെട്ട മനുഷ്യന്മാരെ വിളിപ്പിച്ച് ഞാൻ അവരോട് ചോദിച്ച്, സഹോദരന്മാരെ, നിങ്ങൾ വായിക്കുന്നതും POC ബൈബിളാണ്, ഞാൻ വായിക്കുന്നതും POC ബൈബിൾ തന്നെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ തന്നെ ഞാനും തിരുസഭയുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ 2 പേരും ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ പങ്കുചേരുന്നു. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഇതുപോലെ സംഭവിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ആ മനുഷ്യര് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് അവർ യാതൊരു മറയില്ലാതെ എൻ്റെ മുഖത്ത് തുറച്ചു നോക്കി അവർ പറയുകയാണ്, അച്ഛൻ വായിക്കുന്ന ബൈബിളും അച്ഛൻ്റെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ വളരെ നല്ലത്, അച്ഛൻ വളരെ നല്ല അച്ഛനാണ്, നല്ല വിശുദ്ധിയുണ്ട്, നല്ല എളിമയുണ്ട്, നല്ല സൽസ്വഭാവമുണ്ട്, ഒക്കെ നല്ല അച്ഛനാണ്. പക്ഷേ അച്ഛന് അഭിഷേകം കുറവാണ്. അച്ഛന് അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏർപ്പാട് കേൾക്കുന്നത്. അഭിഷേകം അങ്ങനത്തെ ഒരു ടെർമിനോളജി എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അഭിഷേകം, ഞാൻ ചോദിച്ചു എന്താണ് ഈ അഭിഷേകം? അവർക്ക് സിമ്പിൾ ഉത്തരവുണ്ട്, ദൈവത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. അച്ഛൻ ദൈവത്തിൻ്റെ ശക്തി ധരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് അറിയാവുന്ന നാടൻ ഭാഷകളിൽ ദൈവികമായ രഹസ്യം അവരെന്നോട് പങ്കുവെക്കുകയായിരുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ അരികിലുണ്ടായിരുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ടുപോകരുത്. ശിഷ്യന്മാർ അത് പാലിച്ചു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ അത് പാലിച്ചു. അവരിരുന്നു, അവർ മുട്ടുകുത്തി, അവർ കൈകൾ വിരിച്ചു, അവർ കർത്താവിന് മുമ്പിൽ നിന്ന് പുറത്തു പോയില്ല. അവർ പ്രാർത്ഥനയോട് പ്രാർത്ഥന, ദിവസങ്ങളോളം അവർ പ്രാർത്ഥിച്ച് അവർ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി, അവർ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്തു, അഭിഷേകത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു, അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു, അഭിഷേകത്തിന് വേണ്ടി അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വാക്യങ്ങൾ, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും ദൈവശക്തി കൊണ്ട് പൂരിതമായി. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള വലിയൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അവരോരോരുത്തരുടെ മേലും അഗ്നിനാവുകൾ പോലെയുള്ള രൂപങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നു നിൽക്കുന്നത് അവർ കണ്ടു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, they were all filled with the power of the Holy Spirit and they began to speak in other tongues as the Holy Spirit gave them utterance. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി.
ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവരോരോരുത്തരും വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പ്രകടമായ ശക്തിയോടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതിനുശേഷം അവരുടെ ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ടായി. പിന്നെ അവരല്ല ഈ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. രോഗികളുടെ മേൽ പറയുമ്പോൾ ശക്തി, രോഗികളുടെ മേൽ നോക്കുമ്പോൾ അത്ഭുതങ്ങൾ, നിഴലടിക്കുമ്പോൾ വിടുതലുകൾ, അവരുടെ കരസ്പർശനമേറ്റ അംഗവസ്ത്രങ്ങൾ സ്പർശിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അല്ലറി വിളിച്ചുകൊണ്ട് ആവേശിച്ചിരുന്നവരെ വിട്ട് അവ അല്ലറിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ഈ വിധം വലിയ അത്ഭുതങ്ങൾ അവർ പോയെടുത്തും പ്രസംഗിച്ചെടുത്തും സംസാരിച്ചെടുത്തും സംഭവിക്കാൻ തുടങ്ങി. ഒന്ന് ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പായി നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണിത്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. ഒന്നുറക്കെ പറയാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അതിനുശേഷം എൻ്റെ കർത്താവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവിന് മുമ്പിൽ എപ്പോഴും ഈ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, ഈ അഭിഷേകത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി വില കൊടുക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ടി എനിക്ക് സാധിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ അറിയാവുന്ന ചെറിയ ചെറിയ വിധത്തിൽ പരിശ്രമിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസയിൽ നമുക്കായി ആത്മാവ് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂദാശകളിലൂടെ നമുക്കായി ദൈവികമായ ആത്മാവിനെ ദൈവം നമുക്ക് വർഷിച്ചിട്ടുണ്ട്, ചൊരിഞ്ഞിട്ടുണ്ട്. ഈ ശക്തി ഇത് പ്രകടമായ അടയാളങ്ങളിലൂടെ നമുക്ക് ചുറ്റും വ്യാപരിക്കുന്നത് വരെ അഭിഷേകത്തിന് മേൽ അഭിഷേകത്തിന് വേണ്ടി ഞാനും നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഞാനും നിങ്ങൾ ദാഹിക്കണം. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാഹിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അഭിഷേകത്തിന്റെ മേൽ കർത്താവ് വ്യത്യാസം വരുത്തി. ഇന്ന് നമ്മൾ തൊടണ്ട, വെറുതെ പറഞ്ഞാൽ നിങ്ങൾ രോഗമുള്ള മേഖലയിലേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ തൽക്ഷണം യേശു അവിടെ ആ കുടുംബത്തിൽ 10,000 കിലോമീറ്റർ അകലെയുള്ള കുടുംബത്തിലാണെങ്കിൽ പോലും അവിടെ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന വിധം ദൈവം ഇന്ന് തന്റെ കരുണയാൽ കൃപ വർഷിക്കുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മൈ ഡിയർ ബിലവഡ് ചിൽഡ്രൻ, oh young adults, if you pray earnestly, if you pray with grace, thirst for the anointing of the Holy Spirit, you will be blessed by the mighty power of the Holy Spirit. The power of the Holy Spirit will come upon you like the rush of a mighty wind. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഉന്നതത്തിലുള്ള ശക്തിയേ, പരിശുദ്ധാത്മ ശക്തിയേ, ഈ ഹൃദയങ്ങളുടെ മേൽ ദാഹം നൽകണമേ, ഈ കുടുംബങ്ങളുടെ മേൽ വലിയ അഭിവാദ്യം നൽകണമേ. അത്യുന്നത ശക്തിയേ, ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, അത്ഭുത ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, വിടുതൽ ശക്തി, മോചനമേകുന്ന ശക്തി, അഭിഷേക ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. കരങ്ങളടിച്ച് എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. കൈകൾ ഉയർത്തി കൈയടിച്ച് ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി, അത്ഭുത ശക്തി, ശക്തി വരുന്നു, ഉയരങ്ങളുള്ള ശക്തി, ദൈവപിതാവിൻ ശക്തി, മഹത്വത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദാഹം നൽകണമേ, ആഗ്രഹങ്ങൾ നൽകണമേ, തീഷ്ണത നൽകണമേ, വലിയ തുറവി നൽകണമേ, പരിശുദ്ധാത്മാവിന് തുറവി നൽകണമേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പിളർന്ന ശക്തി, ജയിലറ ഭേദിച്ച ശക്തി, കൈയടിച്ച് പിളർന്ന ശക്തി, ജയിലറ ഭേദിച്ച ശക്തി, മരണത്തെ ജയിച്ചൊരു ശക്തി, ഉദ്ധിതനായവ ശക്തി, മരണത്തെ ജയിച്ചൊരു ശക്തി, ഉദ്ധിതനായവ ശക്തി. കൈകൾ ഉയർത്തി കൈയടിച്ച് എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. ഉന്നത ശക്തി വരും, പരിശുദ്ധാത്മാവേ, ദൈവപിതാവിൻ ശക്തി, ഈ ദാസന്മാരുടെ മേൽ നിറയണമേ. ശക്തി വരുന്നു, ഗ്ലോറി, 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 ദൈവപിതാവിൻ ഗ്ലോറി. ശക്തി. എന്തൊരു ശക്തി,
അത്ഭുത ശക്തി പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദാസന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വംശങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, സമസ്ത മക്കളുടെയും മേൽ ഉന്നത ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുലിഖിതം. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ഈ അഭിഷേകം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽമായർക്കും സിസ്റ്റേഴ്സിനും വൈദികർക്കും സമസ്ത മക്കൾക്കും ദൈവം തൻ്റെ വാഗ്ദാനത്തെ അയച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം 11-ാം തിരുലിഖിതം. ദൈവം ഒരു തവണ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു, ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ എല്ലാവരും അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കണം. ചെറിയ കുട്ടികൾക്ക് അഭിഷേകം ലഭിക്കും. യുവതി യുവാക്കന്മാർക്ക് അഭിഷേകം വാഗ്ദാനമുണ്ട്. കുടുംബങ്ങൾക്ക് അഭിഷേകം സർവർക്കും വാഗ്ദാനമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഓ റൂഹ റൂഹ വരിക, വരിക, ഓ അത്ഭുത ശക്തിയേ വരിക, റൂഹ 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 വരിക, റൂഹ റൂഹ കനരെ വരിക, റൂഹ റൂഹ വരിക, സ്വർഗീയ കനരെ വരിക, റൂഹ റൂഹ വരിക, സ്വർഗീയ കനരെ വരിക, സ്വർഗീയ കനലെ വരിക, സ്വർഗീയ കനലെ വരിക.